guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് അൽഫിയ? ഒരു ചലഞ്ച് പ്രാങ്ക് ആണ്. ബാപ്പാടെ മുന്നിൽ ഇതൊരു ചലഞ്ചും ഞങ്ങൾക്ക് ഇതൊരു പ്രാങ്കുമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയാൻ പോണത് ഇന്നൊരു ടാസ്ക് നമുക്ക് ചലഞ്ച് ആയിട്ട് ചെയ്യാം. ചലഞ്ചസ് ഒക്കെ ഇപ്പൊ ഭയങ്കര വൈറലല്ലേ, വെക്കേഷൻ ടൈം അല്ലേ. നമ്മൾ കുറെ നാളായി പ്രാങ്കും ചെയ്തിട്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു ഉമ്മക്ക് ഒരു റെസ്റ്റ് ഡേ ആണ്, ഉമ്മ വീഡിയോയിൽ വരുന്നില്ല, അത് ഉമ്മക്ക് ഫുൾ റെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ 4 പേരുടെയും പേര് എഴുതിയിട്ട് 4 ബലൂൺസ് വെക്കും. അതിൽ ഒരെണ്ണം നമ്മൾ പൊട്ടിക്കും. അതിൽ ആരുടെ പേരാണോ ഉള്ളത് അവരാണ് ഇന്ന് നമുക്ക് ബാക്കി 3 പേരുടെയും ആഗ്രഹം എന്താണോ ആ ഫുഡ് കുക്ക് ചെയ്ത് തരാനുള്ളത്. അപ്പൊ നമ്മൾ 4 എണ്ണത്തിലും നമ്മൾ വാപ്പാടെ പേരാണ് എഴുതാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു പ്രാങ്ക് ആണെന്ന് വാപ്പ അറിയാൻ പോണത് കുക്ക് ചെയ്ത് നമ്മൾ കഴിച്ചതിന് ശേഷം മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ വാപ്പ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ടിട്ട് നമുക്കിതില് 4 നോട്ടിലും അണ്ണന്റെ പേര് എഴുതിയിട്ട് നമുക്ക് ഇടാം. 4 പേപ്പറിലും. പിന്നെ അൽഫയെ കുറെ കാലമായി കണ്ടിട്ടെന്ന് വെച്ചാൽ അവർക്ക് എക്സാമും കാര്യങ്ങളായതുകൊണ്ടാണ് വരാത്തത്. ഇപ്പൊ എൻട്രി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വാപ്പാടെ പേരെല്ലാ പേപ്പറിലും എഴുതാം. നമ്മൾ സ്വന്തമായിട്ട് ക്യാമറ അവിടെ ട്രൈപോഡിൽ വെച്ചിട്ടാണ് എടുക്കണേ. അതുകൊണ്ട് സൂം ചെയ്യാനും മാറ്റാനൊക്കെ പാടായോണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ബലൂൺ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ 4 ബലൂൺസ് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുഴപ്പമില്ല. എല്ലാത്തിലും ഏതെങ്കിലും ഒന്നല്ലേ പൊട്ടിക്കൂ. മൈക്ക് എവിടെയൊക്കെയാണ് കഴിക്കട്ടെ. ബാക്കിയുള്ളതൊന്നും പൊട്ടിക്കില്ല കേട്ടോ. കാര്യം ഒരു ലെവലില്ല, പക്ഷെ കുഴപ്പമില്ല. 1 2 3 4 4 ബലൂൺ. ഗൈസ് ഞാൻ ഇത്താക്ക് ഹാൻഡ് ഓവർ ചെയ്തു. നമ്മളെല്ലാം കിച്ചണിൽ നിന്നാണ് എഴുതുന്നത്. കാര്യം നമുക്ക് ഫുഡാണ് വേണ്ടത് കേട്ടോ. ഗൈസ് ഞാൻ നോക്കി എന്നെ കാണിച്ച് നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഒരു ഇതില്ല. പക്ഷെ എൻ്റെ നിഗമനത്തിൽ മറ്റേ ഈ ബിരിയാണി മുട്ട അങ്ങനെ എന്തെങ്കിലും ബിരിയാണി മുട്ടയോ? അല്ല, മുട്ട ബിരിയാണി. ഇതാക്കി ഇന്നലെ തൊട്ടേ എഗ് ബിരിയാണി ആണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മിക്സ്. നോമ്പ് സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു, പിന്നെ നോമ്പ് ഏതാണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്യാം. 3 എണ്ണല്ലേ? ഓക്കെ ഗൈസ്, ഫോൾഡ് ആയിട്ടുണ്ട്. ഇത് വെച്ച് കുടുങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇല്ല പറ്റില്ല. ആ പേപ്പർ കുടുങ്ങിയിട്ട് പറ്റൂല. ഇങ്ങനെ അടി പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ അതിന് വരും. എൻ്റെ പല്ല് വേദനയാണ് കഴിച്ചതുകൊണ്ട് എനിക്ക് ഊതാൻ പറ്റൂല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓരോ ബലൂണിനകത്തും ഓരോരുത്തരുടെ പേരാണ്. അപ്പോൾ ഇതിൽ ചലഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണോ ഒരെണ്ണം നമ്മളെല്ലാവരും കൂടി സെലക്ട് ചെയ്തിട്ട് പൊട്ടിക്കുക. അതിൽ ആരുടെ പേരാണോ അവരാണ് ഇന്ന് നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരാനുള്ളത്. അതും ബാക്കി അതിലുള്ള പേര് ആരതാണോ ബാക്കിയുള്ളവരാണ് ഏത് ഫുഡ് വേണമെന്ന് തീരുമാനിക്കാനുള്ളത്. ഫിദായാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പറും കൂടി വേണം. അപ്പൊ ഞങ്ങൾ ഒരു ബലൂണും കൂടി എടുക്കും. ഇതാണ് വരുന്നെങ്കിൽ ഒരാൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ളതാണ് സഹായിക്കാം. ഇത് ഒന്നുമില്ല ഞാൻ സഹായിക്കും, അല്ലെങ്കിൽ അൽഫല സഹായിക്കും, അതുപോലെ ഇത് കുഞ്ഞായതുകൊണ്ട് ആരെങ്കിലും ഒരാൾക്ക് സഹായിക്കാം. അപ്പൊ ആരാണ് ബലൂൺ പൊട്ടിക്കുന്നത്? നിന്റെ തന്നെ എടുത്തോ നീ. നമുക്ക് ഈ 3 എണ്ണം മാറ്റാം. കണ്ടിട്ട് എ ആണ് കണ്ടത്, ഞാൻ എ ആണ് കണ്ടത്. ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. പൊട്ടിച്ചോക്കാം. അങ്ങനെ അറിയാൻ പറ്റില്ല അതിനകത്ത് പേര്. ചെറുതായിട്ട് കാണാൻ പറ്റി. പൊട്ടിക്കാൻ പിന്നെ പറ്റില്ല ഗൈസ്. ഞാൻ എടുത്തിട്ട് വരാം. അതായത് പൊട്ടിച്ചോ. ഇത് മിക്കവാറും എനിക്ക് വേണ്ടിയാ. ഞാൻ വായിക്കാം. അൽഫല വിനോദ് ഖാൻ. വിനോദ് കിച്ചൺ എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ ബാപ്പയാണ് നമുക്ക് കുക്ക് ചെയ്യാൻ പോണത്. ഇവിടെ എന്ത് വേണം കഴിക്കാൻ? ഇവിടെ ഉള്ള എന്താണ് സംഭവം ആ സാധനം വെച്ചിട്ടുള്ള ഫുഡേ പറയാവോ? ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, എഗ് എക്സ്ട്രാ വെക്കണല്ലേ? ചിക്കൻ ബിരിയാണി ഒരു പക്ഷെ നോക്കാം. ചിക്കൻ മാത്രം ഇവിടെ ഇല്ല. ചിക്കൻ ബിരിയാണി എന്തിനു? ചിക്കൻ ബിരിയാണി. ഓക്കെ, അപ്പൊ ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ അതിനുള്ള സാധനം എല്ലാം ഉണ്ടെന്ന് നോക്കണം. പപ്പടം ഇല്ലെങ്കിൽ പോയി വാങ്ങണം, നമുക്ക് കിട്ടിയേ പറ്റും. എന്തായാലും ചിക്കൻ പിന്നെ അടുത്തുള്ളതുകൊണ്ട് ആരും വിഷയമില്ല. നമുക്കപ്പോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. സഹായിക്കും നിങ്ങളൊക്കെ. എന്തായാലും പെരുന്നാളിന് ബിരിയാണി വെച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. കാണാം.
ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ലാഗ് വരണ്ട. അപ്പൊ നിങ്ങൾ സഹായിക്കോ? ഒറ്റയ്ക്ക് ചെയ്യണം, അതാണ് ചലഞ്ച്. സഹായിക്കൂലേ? എനിക്ക് മാത്രമേ ഉള്ളൂ. ഉമ്മാക്ക് റെസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഗായ്സ് ലെറ്റ്സ് സ്റ്റാർട്ട്. ചിക്കൻ വാങ്ങി. ഒരുപാട് ദൂരം പോയിട്ടുണ്ട്. ഇവിടെ ചാടി അപ്പുറത്തേക്ക് പോയിട്ട് ബസ് പിടിച്ചാണ് പോയത്. ചിക്കൻ വന്നിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോണം. നമുക്കല്ല വാപ്പ. ബിരിയാണി എന്ന് പറഞ്ഞാൽ നിലവിളിച്ചോണ്ടിരിക്കും. ഞാൻ അപ്പൊ കഴുകി എടുക്കട്ടെ. ഒരാൾക്ക് പണിയുണ്ട് കേട്ടോ അതൊക്കെ. കൈ എങ്ങനെ മുറിഞ്ഞത്? സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. രാവിലെ ഉമ്മ വാങ്ങിയതാണ്. സത്യം ഉമ്മ രാവിലെ തന്നെ അടി ഉണ്ടാക്കി ഗായ്സ്. ഞാൻ രാവിലെ ഇവിടെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇഞ്ചി ആയിട്ട്. അപ്പൊ ഞാൻ ഇഞ്ചി എടുത്ത് കാണിച്ചു ജസ്റ്റ് ഇങ്ങനെ നാക്കി. ഇതിന് ചോദിക്കണം നിങ്ങൾ ചോദിക്കണം. ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ അടുത്ത് പണങ്ങി പോകും ഗായ്സ്. വാന്തിയത് കാണിച്ച നമ്പർ അത് ചോദിക്കാൻ വേണ്ടി വന്നിട്ട് എന്നെ കൊണ്ട് ബിരിയാണി ഉണ്ടായിരുന്നു. അടുത്തിനി വാപ്പ സവോള കട്ട് ചെയ്തോണ്ടിരിക്കുവാണ്. ഇത് സവാള അരിയണല്ല, എന്റെ കണ്ണുനീരാണ്. കണ്ണുനീരണ്ട വിഷമം ഞങ്ങക്ക് ബിരിയാണി ഉണ്ടാക്കി തരുന്നില്ല ഗൈസ്. അപ്പൊ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് എന്തരുത് ഓക്കെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ആക്കുവാണ്. ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു. ചുമ്മാ ഗൈസ് അവിടെ ഇരുന്ന സാധനത്തിനെടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യണം. ഓ ഓ അങ്ങനെയാണോ? ഇത്രയും സമയം എല്ലാവരും ഹെൽപ്പിന് വന്നു വെച്ചാൽ എണ്ണ കിട്ടാൻ വേണ്ടി. ഇതൊക്കെയാണ് പാടുള്ളത്. ഇത് എണ്ണയുടെ അളവ് തെറ്റിയാലേ ഇത് കൊള്ളാവും. അത് തെറിച്ച് ദേഹത്ത് വേണമെങ്കിൽ സൂപ്പർ ആവും. മതിയാ ഇത് പാടുള്ള പണിയാണ്. മതിയാ നമ്മളിത് ആദ്യം സവാളയൊക്കെ ഇട്ട് ഇത് ഇറച്ചിക്കറി ഉണ്ടാക്കാനാണ്. സവാള ഗിരിഗിരി. പിന്നെ നമ്മളിപ്പോൾ വശക്കി എടുക്കും. വശക്കി എന്ന് പറയുമ്പോൾ അറിയാം. ഇതിൽ ഫുള്ള് നമ്മൾ കാണിക്കൂല കേട്ടോ. ഫുള്ള് കാണിക്കൂല, ജസ്റ്റ് നിങ്ങൾ കാണിച്ചോളൂ. ആ ഇതാ ഈ ഇഞ്ചിയുടെ തൊലി കളഞ്ഞത് എന്നെ സപ്പോർട്ട് ചെയ്തത് സഹായിച്ചതാണ്. എണ്ണ വീത്തൊന്ന് ഇഞ്ചിയുടെ തൊലി, ഇത്രേ ഉള്ളൂ സഹായം. അപ്പൊ ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കന്റെ കാലിൽ ചിക്കൻ കാല് എനിക്ക് വേണം. ചിക്കന്റെ കാലിന്റെ പേര് ഇത് ഉണ്ടാക്കിയ ആളിന്റെ പേര് ഇതിനകത്ത് അവർക്ക് നിനക്ക് ഞാൻ എടുത്ത ഈ പീസാണ്. അപ്പൊ ഇവിടെ സലാഡിനുള്ളത് ഇത് എല്ലാം വാപ്പാരുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് വാപ്പ എല്ലാം ഉമ്മായെ ഏൽപ്പിച്ചത്. എല്ലാം ഏൽപ്പിച്ചില്ല, സലാഡ് ഉണ്ടാക്കാൻ മാത്രമേ ഏൽപ്പിച്ചുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന പറയുന്നില്ല കേട്ടോ, അതിന്റെ അളവ് അറിയണേ. നമ്മളെ വലിയ സ്പെഷ്യലിസ്റ്റ് കുക്കിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മളെപ്പോഴും ബിരിയാണി അരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കൈമയുടെ ചെറിയ അരിയാണ്. നല്ല മണവുമായിരിക്കും, നല്ല ചോറ് നല്ല സ്മൂത്ത്, നല്ല ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല സ്മൂത്തായിരിക്കും, നല്ല പഞ്ഞു പോലെ ഇരിക്കും. ഞങ്ങൾ കഴിച്ചിട്ട് പറയാം. കഴിച്ചു നോക്കാം, എന്നിട്ട് പറ. ഞാൻ എപ്പോഴും ഉണ്ടാക്കി തരുന്നല്ലേ. എന്നാലും ഇന്നുണ്ടാക്കണം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. ഗൈസ് ടാസ്ക് കൊടുത്ത ആള് തീരെ ശരിയല്ല. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളെ ചോറ് കിട്ടിയിട്ടില്ല. ഗൈസ് അപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മണം എങ്ങനെയുണ്ട്? ബിരിയാണിന്റെ മണം എങ്ങനെയുണ്ട്? കണ്ട ദമ്മിടുമ്പോൾ ഇതിൽ കണ്ട കളർ മാറിയണ്ട. അടിയിൽ നമ്മൾ ഈ ഇറച്ചിയുടെ ഒക്കെ മണവും ആ മസാല എല്ലാം മുകളിലോട്ട് കയറും. അപ്പോൾ അത് നമ്മളിങ്ങനെ കോരി ഒന്ന് തണുക്കാനായിട്ട് ആദ്യം ഒരു പ്ലേറ്റിലോട്ട് ഇടും. സെറ്റായി ബിരിയാണി ഓക്കെയാണ്. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത എന്നറിയാവോ? ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവിടെ കാണാത്തൊരാളിവിടെ വന്നു വിട്ടിട്ടുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ രാവിലെ കുറ്റിയും പറിച്ചുകൊണ്ടിഞ്ഞ് വന്നു. ബിരിയാണി നട്ടാ പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും നാളെ വേറൊരു ചലഞ്ച് ഇതേപോലെ ചെയ്താലോ എന്ന് ഞാൻ ഇപ്പൊ ഐഡിയ പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്യണം. നാളെ നമുക്ക് വേറൊരു ഫുഡ് ഐറ്റം. എങ്ങനെ ഉണ്ട് അതിന്റെ ഐഡിയ? നാളെ എന്ത് ചലഞ്ച് വേണമെന്ന് നാളെ എന്ത് ചലഞ്ച് വേണമെന്ന് അല്ലേ കമന്റ് ഇടണേ. അടുത്ത എന്ത് ചലഞ്ച് വേണമെന്ന് കമന്റ് ഇടണം. അതും അൽഫിയ കൂട്ടിയിട്ട് ഞാൻ ഇല്ലാതെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. നീ വെക്കി ഞങ്ങൾ അല്ല നിങ്ങൾ വെക്കി ഞാൻ കഴിച്ച് ടെസ്റ്റ് ചെയ്യും.
അപ്പൊ നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇന്നത്തെ ടാസ്കിൽ എനിക്ക് കിട്ടിയോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ബിരിയാണി കിട്ടുന്ന എന്ത് ചെയ്യും? ആക്ച്വലി ഇനി ഒരു സർപ്രൈസ് ഉണ്ട്. നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തന്നതല്ലേ, അപ്പൊ ഒരു സർപ്രൈസ് ആവാം. പറഞ്ഞോ, 4 ബലൂൺസിലും ഒരു പേരായിരുന്നു വിനോജിക്കാൻ വിനോജിക്കാൻ വിനോജിക്കാൻ. ആ ബലൂൺസ് ഞങ്ങൾ കാണിച്ചു തരാൻ കഴിച്ചിട്ട് നനപുരം വാപ്പായെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു പ്രാങ്ക് ചെയ്തതാണ്. എന്തായാലും അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. സക്സസ്ഫുള്ളി എന്തായാലും അതുകൊണ്ട് കൊള്ളാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയെങ്കിലേ എന്തായാലും പറയാൻ പറ്റൂല. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട്? അടിപൊളി. രസമുണ്ടാ? പപ്പടം പൊടിച്ച് പപ്പടം പൊടിച്ചാണുണ്ടെന്നത്. ആക്ച്വലി എന്തായാലും നമ്മള് പൊടിക്കണമല്ലോ, അതുകൊണ്ട് പൊടിച്ചു തന്നത്, എളുപ്പത്തിന് പൊടിച്ചു തന്നതാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് നമുക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ള കമന്റ് ഡൗൺ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.